നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ കപ്പൽ കയറി വരാൻ കാത്തിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ലോകം ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO തുടർച്ചയായിട്ട് നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങൾ ഏഷ്യയിലെ സമാധാന സമവാക്യങ്ങളെ തന്നെ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് അതിമാരകമായ ആയുധങ്ങളാണ് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം, DRDO പരീക്ഷിക്കുന്ന ഒട്ടുമിക്ക പ്രൊജക്റ്റുകളും ഇപ്പോൾ 100% വിജയമാണ്. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ, ശത്രുവിൻ്റെ റഡാറുകളെ കണ്ണു കാണാതെയാക്കുന്ന രുദ്രം 2, അന്തരീക്ഷത്തിലെ വായു വലിച്ചെടുത്ത് പ്രവർത്തിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ, ഇതിനെല്ലാം ഉപരി അമേരിക്കയുടെ കുപ്രസിദ്ധമായ ടോമാഹോക്ക് മിസൈലുകൾക്ക് പകരമായി ഇന്ത്യ ഇറക്കിയ LRLACM ക്രൂസ് മിസൈൽ, ഇവയെല്ലാം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ പുതിയ നാഴികക്കല്ലുകളാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഈ തുടർച്ചയായ സാങ്കേതിക കുതിച്ചു ചാട്ടങ്ങൾ എങ്ങനെയാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും തന്ത്രങ്ങളെ പൊളിച്ചെടുക്കുന്നത് എന്നും, ആഗോളതലത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ പുതിയ ലോകശക്തിയായിട്ട് അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹൈപ്പർസോണിക് മിസൈലുകൾ എന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ ഗെയിം ചേഞ്ചറാണ്. ലോകത്ത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രം സ്വന്തമായിരുന്ന ഈ ടെക്നോളജിയിലേക്കാണ് ഇന്ത്യയും വളരെ ശക്തമായ ഒരു ചുവടുവയ്പ് നടത്തിയത്. അതിലേറ്റവും അവസാനമായിട്ട് 2026 മെയ് മാസത്തിൽ ഒഡീഷ തീരത്ത് വെച്ച് DRDO തങ്ങളുടെ ഏറ്റവും പുതിയ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ വിജയകരമായിട്ട് പരീക്ഷിച്ചു. സാധാരണ ക്രൂസ് മിസൈലുകളായിട്ടുള്ള ബ്രഹ്മോസ് മാക് 2.8 വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഈ പുതിയ ഹൈപ്പർസോണിക് മിസൈലിന്റെ വിക്ഷേപണ വേഗത മാക് 10 ആണ്. അതായത് ശബ്ദത്തെക്കാളും 10 ഇരട്ടി വേഗത. മിസൈൽ കുതിച്ചുയരുന്ന സമയത്ത് ഉയർന്ന വേഗതയാണിത്. റോക്കറ്റിലെ ഇന്ധനം തീർന്നു കഴിയുമ്പോൾ മിസൈലിന്റെ മുൻഭാഗത്തുള്ള വാഹനം, ഇതിനെ നമ്മൾ ഗ്ലൈഡ് വെഹിക്കിൾ എന്നാണ് വിളിക്കുന്നത്, ഇത് വേർപെടുകയും പിന്നീട് അന്തരീക്ഷത്തിലൂടെ ശരാശരി 5 മാക്ക് വേഗതയിൽ തെന്നിമാറി സഞ്ചരിക്കുകയും ചെയ്യും. ശത്രുവിന്റെ റഡാറുകളെ വെട്ടിക്കാൻ വേണ്ടി ദിശ മാറ്റിയുള്ള ഈ സഞ്ചാരം മിസൈലിനെ തടഞ്ഞു നിർത്തുക എന്നത് അസാധ്യമാക്കും. 1500 കിലോമീറ്ററിലധികമാണ് ഇതിന്റെ പ്രഹരപരിധി. ഇതൊരു കരിയർ കില്ലർ മിസൈലാണ്. ഇന്ത്യൻ തീരത്തു നിന്ന് വിക്ഷേപിച്ചാൽ മലാക്ക കടലിടുക്ക് വരെയുള്ള ചൈനീസ് വിമാനവാഹിനി കപ്പലുകളെ നിഷ്പ്രയാസം തകർക്കാൻ ഇതിന് സാധിക്കും. ഇത് മാത്രമല്ല, ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ മറ്റൊരു ചരിത്രം കൂടി കുറിച്ചിട്ടുണ്ട്. ഇന്ത്യ ആക്റ്റീവ്ലി കൂൾഡ് സ്ക്രാംജെറ്റ് എഞ്ചിന്റെ 1200 സെക്കൻഡ് നീണ്ടുനിന്ന പരീക്ഷണം പൂർത്തിയാക്കി. ഓക്സിജൻ സിലിണ്ടറുകൾക്ക് പകരം അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ വലിച്ചെടുത്ത് പ്രവർത്തിക്കുന്ന ഈ എഞ്ചിനുകൾ മിസൈലിന്റെ ഭാരം വളരെയധികം കുറയ്ക്കുകയും വേഗത മാക് 8 മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യും. തുടർച്ചയായിട്ട് ഉയർന്ന വേഗത നിലനിർത്താനായിട്ട് ഇന്ത്യക്ക് കഴിയുമെന്ന് ലോകത്തിന് ഇതോടെ ബോധ്യമായിരിക്കുകയാണ്. ഹൈപ്പർസോണിക് പരീക്ഷണത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ DRDO മറ്റൊരു വമ്പൻ ആയുധം കൂടി പുറത്തിറക്കി. ഇന്ത്യയുടെ സ്വന്തം ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂസ് മിസൈൽ അഥവാ LRLACM. അമേരിക്കൻ സൈന്യത്തിന്റെ നട്ടലായ ടോമാഹോക്ക് മിസൈലുകൾക്കും റഷ്യയുടെ കാലിബർ മിസൈലുകൾക്കും തുല്യമായ ഇന്ത്യയുടെ ദേശീ ടോമാഹോക്ക് ആണ് ഇത്. ഒറ്റ നോട്ടത്തിൽ ഇത് ഇന്ത്യയുടെ പഴയ നിർഭയ് മിസൈൽ ആണ് എന്ന് കാഴ്ചയിൽ തോന്നാമെന്നുണ്ടെങ്കിലും ഇതിലെ സാങ്കേതിക വിദ്യ തികച്ചും വ്യത്യസ്തവും അത്യാധുനികവുമാണ്. പഴയ നിർഭയ് മിസൈലുകളിൽ റഷ്യൻ എഞ്ചിനുകൾ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പുതിയ LRLACM പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കാര്യക്ഷമതയേറിയ ടർബോഫാൻ എഞ്ചിനുകളാണ്, അതായത് നമ്മുടെ മാനിക് എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാരം കുറഞ്ഞ ഈ എഞ്ചിൻ മിസൈലിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള ഇന്ധനം നൽകും. സാധാരണ മിസൈലുകൾ ട്യൂബിനുള്ളിൽ വെച്ച് തന്നെ കത്തിച്ചു വിടുന്ന ഹോട്ട് ലോഞ്ചിങ്ങിന് പകരമായിട്ട് അതിമർദ്ദമുള്ള വായു ഉപയോഗിച്ച് മിസൈലിനെ ട്യൂബിൽ നിന്നും പുറത്തേക്ക് അതിശക്തമായിട്ട് തെറിപ്പിക്കുകയും വായുവിൽ വെച്ച് മാത്രം എഞ്ചിൻ ഇഗ്നൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന കോൾഡ് ലോഞ്ച് സംവിധാനമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വിക്ഷേപണ വാഹനം പൂർണ്ണമായിട്ടും സുരക്ഷിതമായിരിക്കാനായിട്ട് സഹായിക്കും. ഇതുകൂടാതെ ഇതിൻ്റെ ഒരു മൊബൈൽ ലോഞ്ചറിൽ ഒരേ സമയം 4 മിസൈലുകൾ സജ്ജീകരിക്കാനായിട്ട് സാധിക്കും. ഒരു ക്വാഡ് ലോഞ്ചറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരേ സമയം 4 മിസൈലുകൾ ശത്രുവിൻ്റെ മേൽ വർഷിക്കുന്ന സാൽവോ ലോഞ്ചിങ് കേപ്പബിലിറ്റി ഇതിലൂടെ സാധ്യമാകും.
ലാൻഡ് അറ്റാക്ക് റോഡിന്, അതായത് കരയിലെ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ മിസൈലിൽ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ സീക്കറിന്റെ ആവശ്യമില്ല. ഇതുവഴി മിസൈലിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. 1500 കിലോമീറ്റർ റേഞ്ചുള്ള ഈ മിസൈൽ ഉപയോഗിച്ച് പാകിസ്ഥാന്റെയോ ചൈനയുടെയോ ഉള്ളിലെ കമാൻഡ് സെന്ററുകൾ ഇന്ത്യയിലിരുന്ന് നിഷ്പ്രയാസം തകർക്കാനായിട്ട് സാധിക്കും. യുദ്ധം തുടങ്ങുന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ ശത്രുവിന്റെ നട്ടലൊടിക്കാനായിട്ട് ഈ ആയുധം മാത്രം മതിയാവും. പിന്നെ യുദ്ധമുഖത്ത് ശത്രുവിനെ അന്ധനാക്കുക എന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു തന്ത്രം. ശത്രുവിന്റെ റഡാറുകളും കമ്മ്യൂണിക്കേഷൻ ടവറുകളും തകർത്താൽ പിന്നെ അവർക്ക് നമ്മുടെ പോർ വിമാനങ്ങളെ കണ്ടെത്താൻ സാധിക്കില്ല. ഇതിനായിട്ട് DRDO വികസിപ്പിച്ചെടുത്ത മാസ്റ്റർ പീസാണ് രുദ്രം 2 ആന്റി റേഡിയേഷൻ മിസൈൽ. ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് 30 MKI യുദ്ധവിമാനത്തിൽ നിന്ന് പരീക്ഷിച്ച ഈ മിസൈൽ പിൻ പോയിന്റ് കൃത്യതയോടെയാണ് ലക്ഷ്യം ഭേദിച്ചത്. മണിക്കൂറിൽ 6800 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന രുദ്രം 2 300 കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റിലേക്ക് 200 കിലോഗ്രാം പോർമുനയുമായിട്ടാണ് ശത്രുവിന്റെ മേൽ പതിക്കുന്നത്. ഇതിനർത്ഥം പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിക്കാതെ തന്നെ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ സുരക്ഷിതമായിട്ട് നിന്നുകൊണ്ട് ശത്രുവിന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ, അതായത് HQ-9 പോലെയുള്ള സിസ്റ്റങ്ങളെ തകർക്കാനായിട്ട് നമ്മുടെ വ്യോമസേനയ്ക്ക് കഴിയും. ശത്രുവിന്റെ കണ്ണും കാതും ഈ ഒരൊറ്റ മിസൈൽ കൊണ്ട് ഇല്ലാതെയാവും. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അവർ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളിലല്ല, മറിച്ച് സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയിലാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ പ്രതിരോധ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിലും നമ്മൾ അതിവേഗം മുന്നേറുകയാണ്. കാവേരി പ്രൊജക്ടിന്റെ തുടർച്ചയായും വിദേശ കമ്പനികളുമായിട്ടുള്ള സഹകരണത്തോടെയും ഇന്ത്യ തദ്ദേശീയ ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പുതിയ കുതിച്ചുചാട്ടമാണ് സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് ടെക്നോളജി. എഞ്ചിനുകൾക്കുള്ളിലെ അതികഠിനമായ ചൂടിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന ഈ അത്യാധുനിക ടർബൈൻ ബ്ലേഡുകൾ DRDO വിജയകരമായിട്ട് വികസിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തെ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം നിർമ്മിക്കാൻ കഴിയുന്ന ഈ ക്രിസ്റ്റൽ ബ്ലേഡുകൾ ഭാവിയിലെ 5ാം തലമുറ യുദ്ധവിമാനമായ ആംകായ്ക്ക് കൂടുതൽ കരുത്ത് പകരും. ഇന്ത്യ കേവലം ആക്രമിക്കാൻ മാത്രമുള്ള ആയുധങ്ങളല്ല ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ കവചം ശക്തമാക്കാനായിട്ട് മിഷൻ സുദർശൻ ചക്ര എന്ന ബൃഹത്തായ പദ്ധതിയും വളരെ വേഗം പുരോഗമിക്കുകയാണ്. ആകാശ്, സമർ തുടങ്ങി ഒന്നിലധികം ലെയറുകളുള്ള ഈ സംവിധാനം ഇന്ത്യയുടെ ആകാശം ശത്രുക്കൾക്ക് പൂർണ്ണമായിട്ടും അപ്രാപ്യമാക്കും. ഈ കുതിച്ചുചാട്ടങ്ങൾ ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ഏകാധിപത്യത്തെ തടഞ്ഞു നിർത്താൻ കരുത്തുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്ന് ഇന്ന് അമേരിക്കയ്ക്കും യൂറോപ്പിനും അറിയാം. അതുകൊണ്ടാണ് അവർ ഇന്ത്യയുമായിട്ട് കൂടുതൽ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടാൻ താല്പര്യപ്പെടുന്നതും. എന്നാൽ ഇന്ത്യ ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ വലുതായിട്ട് ആശ്രയിക്കുന്നില്ല, മറിച്ച് സമാധാനത്തിന് വേണ്ടിയിട്ട് സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. DRDOയുടെ തുടർച്ചയായ വിജയങ്ങൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ശക്തനായവനോട് മാത്രമേ ലോകം ബഹുമാനം കാണിക്കൂ എന്ന APJ അബ്ദുൽ കലാമിന്റെ സ്വപ്നമാണ് ഇന്ന് ഈ മിസൈലുകളിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ഹൈപ്പർസോണിക് മുതൽ സ്വന്തം ടോമാഹോക്ക് വരെ നീളുന്ന ഇന്ത്യയുടെ ആത്മനിർഭർ കുതിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിശദമായ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഡിഫൻസ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.